ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ CC പ്ലാന്റ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റാണ്. നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റാണ് CC പ്ലാന്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് എങ്ങനെ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഉണ്ട്. ഇത് പച്ച ഇലയായിട്ടുള്ളത്, ഇത് കറുത്ത ഇല കണ്ട, ഒരു ബ്രൗൺ ഇലയാണ് ഇതിൻ്റെ. ഇത് കുറച്ചും കൂടി വില കൂടുതലാണ് ഈ ഒരു CC പ്ലാന്റിന്. ഇത് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ്, എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. നല്ലൊരു പ്ലാന്റാണ്. നമുക്ക് ബെഡ്റൂമിലും ഓഫീസുകളിലും ഒക്കെ ഇൻഡോറായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നമ്മുടെ സിറ്റിംഗ് റൂമിലും ഒക്കെ ഇൻഡോറായി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ CC പ്ലാന്റ്. ഇത് പിന്നെ കുറച്ച് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റും കൂടിയിട്ടാണ്. പെട്ടെന്ന് ഇതിന് ഡാമേജ് വരും. വെള്ളം ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾ ചീഞ്ഞ് മുറിഞ്ഞ് വീഴും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് വളരെ കുറച്ച് വെള്ളം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു പ്ലാന്റിന്. വെള്ളം നന്നായി വാർന്നു പോണ മണ്ണായിരിക്കണം ഇത് നടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇതിനില്ല. അങ്ങനത്തെ കീടബാധ രോഗങ്ങളൊന്നും ഞാൻ എൻ്റെ പ്ലാന്റിന് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് ഇൻഡോറായി വയ്ക്കുമ്പോൾ പൊടികളൊക്കെ വരും. അപ്പം നമ്മൾ കുറച്ച് വേപ്പെണ്ണ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേപ്പെണ്ണ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യാറ് ഒരു സ്പൂൺ പാല് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ചെയ്ത് കോട്ടൺ വെച്ച് പതുക്കെ തുടച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നന്നായി വെട്ടി തിളങ്ങും. ഭയങ്കര ഷൈനിങ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ചെടി കാണാനായിട്ട് നമ്മൾ ഇൻഡോർ വയ്ക്കുമ്പോൾ. അപ്പോൾ ഇൻഡോർ വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഇത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും എല്ലാവരും വാങ്ങി വെക്കുക. ഒരെണ്ണം നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് നമുക്ക് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇതിൽ തന്നെ ഒരുപാട് ഇതിലിപ്പോൾ കുറേ തൈകൾ വന്നിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റിന് കേട് വരാത്ത പോലെ ചെറിയൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പതുക്കെ അടർത്തി ചെറിയ വേരായിട്ട് നമുക്ക് അടർത്തി മാറ്റി വേറൊരു ചട്ടിയിൽ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഒന്നാമത്തെ മെത്തേഡ് കേട്ടോ. എന്തുട്ടാ വായൽ. രണ്ടാമത്തത് ഇതിൻ്റെ ഈ കമ്പുകൾ നമുക്ക് മുറിച്ച് നട്ട് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കമ്പുകളുണ്ടല്ലോ, ഇത്രയ്ക്കൊക്കെ വെച്ചിട്ട് നമുക്ക് എത്രയ്ക്കാണ് ആവശ്യം എന്ന് വെച്ചാൽ അത്ര വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. വേര് പിടിപ്പിക്കുമ്പോൾ നമ്മൾ അധികം വെള്ളം ഒഴിക്കാണ്ട് വെള്ളം വാർന്നു പോണ മണ്ണിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ വേര് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അത് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഇലകളുണ്ടല്ലോ, നല്ല മൂത്ത ഇലകൾ എടുത്തിട്ട് നമ്മൾ നട്ട് വെച്ചിട്ട് ഇല വേരോടിയിട്ട് അതുമെന്ന് തൈകൾ വരും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ തൈകൾ പുതിയതായിട്ട് പിടിപ്പിച്ചെടുക്കാൻ നോക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരിക്കണേന്ന് നമുക്ക് കാണണ്ടേ. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് തന്നാലാ. നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ കുത്തി കൊടുക്കാം. ഗ്യാപ്പിട്ട് കുത്തി കൊടുക്കുക. CC പ്ലാന്റ് ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും കൂടിയിട്ടാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ ഇത് നിറയെ ഇൻഡോർ പ്ലാന്റായി സെറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. കാണാനും ഭംഗിയാണ് ഇൻഡോർ പ്ലാന്റായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ബെഡ്റൂമിൽ വരെ CC പ്ലാന്റ് നമുക്ക് കൊണ്ടുവയ്ക്കുക. അത്രയും നല്ലതാണ്. എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയിട്ടാണ് CC പ്ലാന്റ്. നമ്മൾ ഇതിങ്ങനെ നട്ട് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഷെയ്ഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതിലൊക്കെ വേര് പിടിക്കും. അങ്ങനെ നമുക്ക് പുതിയ ചെടികൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം.
ഇത് നമ്മളിത് തന്നെ ഒരേ ഇല നമുക്കൊന്ന് ഊരി നോക്കാം, വേര് വന്നാൽ എന്തായിന്ന് നോക്കാട്ടാ. 1 മാസം ആയി ഇപ്പോൾ വെച്ചിട്ട്. അതേ വേര് കണ്ട, വേര് വന്നു. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പോട്ടിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് അവിടെ ഇരിക്കട്ടെ, വേര് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരെണ്ണം ഊരി നോക്കാം. ഇതിനും വന്നു വേര്. അടിപൊളി, നോക്കിയ വേര് വന്നിട്ട്. അപ്പം ഇതൊക്കെ 1 മാസമായിട്ടാ, 2 ആഴ്ചയല്ല, 1 മാസം എടുത്തു ഇതുപോലെ വേര് വരാനായിട്ട്. ഇതൊക്കെ ഇത് പറിച്ച് നോക്കട്ടെ. നോക്കിയ വേര് കണ്ട, വിലയും വന്ന് ഈ ചെടി നട്ടുപിടിപ്പിക്കാം നമുക്ക്. നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ചെറിയൊരു പോട്ടിൽ നടണം. ഇനി കമ്പ് മുറിച്ച് നട്ടത് നോക്കാം. ദേ ഇവിടെ ഞങ്ങൾ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ദേ മിനിനെ കൊണ്ട് ഇത് ഞാൻ പറപ്പിക്കുന്നുണ്ട്. വേര് പൊട്ടാണ്ട് പറിക്കും മിനിയെ. ദേ ഇതാണ് കമ്പ് മുറിച്ച് നട്ടത്. ഇതൊരു മെത്തേഡാണ് കേട്ടോ. കമ്പ് മുറിച്ച് നട്ടിട്ട് വേര് പിടിപ്പിച്ചിട്ടുള്ളതാണ്. മറ്റേതും എടുക്ക്. നോക്കട്ടെ. ദേ 2 പീസ് നട്ടത്. 1 പീസും കൂടി ഉണ്ട്. അത് വേര് പിടിച്ചാൽ എന്താണെന്ന് അറിയില്ല. പറിച്ച് നോക്ക്. കണ്ട വേര്, കമ്പ് മുറിച്ച് നട്ടത്. പറിച്ച മിനിയെ കുഴപ്പമില്ല, പറിച്ചെടുക്ക്. വേരുണ്ട് അല്ലേ? അതേ 3 പീസാണ് നട്ടത്. ഇത് ഉണങ്ങിന്ന് വിചാരിച്ചതാ. അതെ തന്നെ ഇതിൽ വേരുണ്ട്. ഇപ്പം നമ്മൾ ഇല വേര് പിടിച്ചത് നടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കപ്പ്. ഇത് നൂഡിൽസ് കഴിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന കപ്പുകളാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു സാധനവും കളയില്ല. അല്ല വിനിയ, എല്ലാതും സെറ്റാക്കി വെക്കും. എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാതും കണ്ട നൂഡിൽസിൻ്റെ കപ്പുകളിന് കപ്പ് നൂഡിൽസ് കണ്ട, കപ്പ് നൂഡിൽസ്, മാഗി. അപ്പം ഇതൊക്കെ അല്ലാതെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാതും സൂക്ഷിച്ച് വയ്ക്കും. അപ്പം നമുക്ക് ഇതിലൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു ഇതിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റും. കപ്പിൽ നിറച്ച മണ്ണ് സാധാ മണ്ണാണ്. ഇതിലൊന്നും ഞങ്ങൾ മിക്സ് ചെയ്തിട്ടില്ല. ഈ ഇല നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണേ. അതേപോലെ തന്നെ ആ തെർമോക്കോളിൽ ഞങ്ങൾ ഇല നടുമ്പോൾ ചകിരിച്ചോറും മണ്ണും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇനി ഇല വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഈ CC പ്ലാന്റ് നല്ലൊരു ലക്കി പ്ലാന്റും കൂടിന്. നമുക്ക് ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഭയങ്കര ലക്ക് വരും എന്നൊക്കെ ഒരു വിശ്വാസം കൂടിന്. ലക്കി പ്ലാന്റാണ് CC പ്ലാന്റ്. അപ്പം എല്ലാവരും ഓരോ പ്ലാന്റെങ്കിലും വീട്ടിൽ വെച്ച് ഉണ്ടാക്കിക്കാട്ടാ. വേര് നോക്കിയാലേ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് വേര്. 2-3 വേര് വെച്ചിട്ട് ഒരേ ഇലമലും. വെള്ളം ഒഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, ചീഞ്ഞു പോവേ. ചെറുതായിട്ട് വലിയ ഇലകൾ നോക്കി പറിച്ചെടുക്കുക. ബാക്കിയുള്ളത് അതിൽ തന്നെ നിർത്താം നമുക്ക്. ഇതുപോലത്തെ കപ്പ് ഇനി കിട്ടിയിട്ട് മാറ്റി നടാം കേട്ടാ. വലിയ ഇല എടുക്ക്. കറക്റ്റ് 1 മാസം എടുത്തു വേര് പിടിക്കാനായിട്ട് ഇലമൽ. ഞാൻ മാർച്ച് 14 ഈ ഇല ഇങ്ങനെ കുഴിച്ചിട്ടത്. ഇപ്പോൾ 1 മാസമായിട്ടാണ് ഇപ്പോൾ വേര് വന്നത്. എല്ലാതും ഇപ്പോൾ അതേ നമ്മൾ ഈ മാഗിയുടെ കപ്പിൽ നട്ടു വെച്ചിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിക്കണം. ബാക്കിയുള്ളത് ഞങ്ങൾ ഇതിൽ തന്നെ നിർത്തിയിരിക്കുന്നു. എല്ലാം സെറ്റാക്കി കയ്യിലുണ്ടായിരുന്ന കുറച്ച് പെബിൾസൊക്കെ ഇട്ട് അലങ്കരിച്ചു. ഇനി ഇത് കുറച്ച് ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇൻഡോറായിട്ട് അകത്ത് കൊണ്ട് വെക്കുള്ളൂ. അത് വേറെ പുറത്ത് വെക്കും കേട്ടാ. കുറേശ്ശെ വെള്ളം തെളിച്ച് കൊടുക്കുക കൈകൊണ്ട്. നമുക്ക് കൈകൊണ്ട് അല്ലെങ്കിൽ പിന്നെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തെളിച്ച് കൊടുക്കാം കേട്ടാ. ഈ കപ്പിന് താഴെ ഹോളില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിക്കാനേ പറ്റുള്ളൂ. ആ മണ്ണ് നനയാനുള്ള വെള്ളം.
ആ എല്ലാത്തിനും ഒഴിച്ചാ അത്തേനും ആ അല്ലാതെ അങ്ങോട്ട് അടിപൊളി ആയിക്കോട്ടെ. നന്നായി നനച്ച അതിനൊക്കെ മറ്റേനും ധർമ്മക്കോളിൽ ഇലയ്ക്കും നനച്ച അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ഇനി മാറ്റി നടാനുള്ള കപ്പ് ഇല്ല. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇനി അത് നന്നായി വളർന്നിട്ട് പുതിയ ചട്ടിയിലേക്ക് വയ്ക്കാം. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഞങ്ങൾ ഇനിയും വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ലതായാലും ചീത്തയായാലും ഞങ്ങളെ അറിയിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ. മിണ്ട വിനിയൊന്ന് പറയും എല്ലാവരോടും ബൈ ബൈ. ഓർക്കന കേക്കട്ടെ എല്ലാവരോടും ബൈ ബൈ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. എല്ലാവരും ഞാൻ പറയില്ല, എന്നാലും ഉണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.